താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ. സ്നേഹിതർ ദുഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. There shall no evil befall you. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അടിയങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനം 91:10. Psalm 91:10. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. There shall no evil befall you, neither shall any plague come near your dwelling. Amen. വ്യസനപുത്രനായ യേബേസിന്റെ പ്രാർത്ഥനകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു അനർത്ഥം വ്യസനകാരണമാകാതെ കാക്കേണമേ എന്നുള്ളത്. നമ്മുടെ ഈ ലോകത്തിൽ അപകടങ്ങളും പ്രതിസന്ധികളും ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ദൈവ പൈതൽ തീർച്ചയായും ദൈവസഹായത്തിനായി ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും വേണം. ദൈവകരങ്ങൾക്ക് മാത്രമേ നമുക്ക് ശക്തി നൽകുവാൻ കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ കരത്തിന് മാത്രം. മറ്റുള്ള കരങ്ങളെല്ലാം കുറുകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കരം മാത്രം കുറുകിയിട്ടില്ല. തക്ക സമയത്ത് വിളിച്ചാൽ തക്ക സമയത്ത് കരം തന്ന് പൊക്കിയെടുക്കും. ദൈവകരങ്ങളാണ് നമ്മുടെ കാൽ കല്ലിൽ തട്ടാതെ കാത്തു സൂക്ഷിക്കുന്നത്. ആ കരങ്ങൾ താങ്ങുന്ന കരങ്ങളാണ്. ആവർത്തന പുസ്തകം 33-ാം 27-ാം തിരുവചനം. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ഈ കുറേ നാൾ താങ്ങി നിർത്തുമ്പോൾ മനുഷ്യന്റെ കരങ്ങൾ തളർന്നു പോകും, അല്ലേ? തീർച്ചയായിട്ടും. എന്നാൽ യേശുവിൻ്റെ കരങ്ങൾ ശാശ്വതങ്ങളാണ്. അവ മാറിപ്പോകുന്നില്ല. വിശ്വസ്തനായ ദൈവം അന്ത്യം വരെ തൻ്റെ ശാശ്വത ഭുജങ്ങളിൽ നമ്മളെ താങ്ങി നിർത്തും. യെശയ്യാ 42:1 ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസന്, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃദ്ധൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും.
ദൈവം നമ്മെ തൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളുടെ കരങ്ങളിൽ കൈരേഖകൾ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ ദൈവം നമ്മെ തൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിട്ടിരിക്കുകയാണ്. പച്ച കുത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി എന്ന് വെച്ചാൽ എല്ലാവരും ഓടിപ്പോയി പച്ച കുത്താനല്ലോ, പച്ച കുത്തരുതെന്നാണ് വചനം പറയുന്നത്. ടാറ്റു അടിക്കുന്നത് വചനത്തിന് വിരുദ്ധമാണ്. നാം കരയുമ്പോൾ നമ്മെ താങ്ങിയെടുത്ത് തൻ്റെ മാർബോട് ചേർക്കുന്നു. അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ തൻ്റെ ചിറകിൻ കീഴിൽ അവിടെ നമ്മളെ സൂക്ഷിക്കുന്നു. അതിനാൽ നമ്മെ ദൈവകരങ്ങളിൽ നിന്നും പറിച്ചെടുക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. ചേർന്നൊരാമേൻ പറയാം. ആമേൻ, ആമേൻ. ദൈവകരങ്ങൾ നമ്മെ താങ്ങുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവചനങ്ങൾ ഉൾക്കൊള്ളുവാൻ നാം ദാഹിക്കുമ്പോൾ ഭൗതിക ജീവിതത്തിലെ ആഹാരത്തെ നാം മറക്കും. സമരിയക്കാരിയായ സ്ത്രീ, അവൾക്ക് സംഭവിച്ചതുപോലെ എന്തിനാണോ വന്നത് ആ കാര്യം മറന്നുപോയി. വെള്ളം കോരാൻ വന്നതാ. കർത്താവിനോട് സംസാരിച്ചപ്പോൾ വെള്ളം എടുക്കാതെ ഓടിയത്. അപ്പത്തിനായുള്ള വിശപ്പോ വെള്ളത്തിനായുള്ള ദാഹമോ മറന്ന് യേശുവിൻ്റെ വചനം കേട്ടിരുന്ന 5000 പുരുഷന്മാരെ വിശപ്പോടെ അയക്കുവാൻ യേശുനാഥന് മനസ്സില്ലായിരുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് യേശു പോറ്റിയത് 5000-ങ്ങളെയാണ്. ദൈവത്തിൻ്റെ ഒരു കരസ്പർശനത്തിനായിട്ട് നാം ദാഹിക്കേണ്ടവരാണ്. ദ ടച്ച് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ. വിദ്വാന്റെ കരസ്പർശനമേറ്റാൽ ഏത് തന്ത്രിയും, തകർന്നുപോയ തന്ത്രിയും, കമ്പി അഴിഞ്ഞുപോയ ട്യൂണില്ലാത്ത വയലിനാണെങ്കിൽ പോലും അത് വിദ്വാന്റെ കരങ്ങളിലേറ്റാൽ അവനത് റിപ്പയർ ചെയ്ത് നന്നാക്കി മനോഹരമായ ഒരു പാട്ട് അതിലൂടെ വായിക്കും. ദാറ്റ്സ് കോൾഡ് ടച്ച് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ. അപ്രകാരം കരസ്പർശനമേൽക്കാൻ നാം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. അപ്രകാരം നമ്മൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ബലഹീനതകൾ മാറുമെന്നേ. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായില്ലേ? ഇന്നും അത്ഭുതങ്ങളെ അടയാളങ്ങൾ നിന്നു പോയിട്ടില്ല. എവിടെ ആര് കർത്താവിൻ്റെ തിരുവചന സത്യമനുസരിച്ച് തൻ്റെ ഹൃദയം, തൻ്റെ ജീവിതം, തൻ്റെ കുടുംബം, തൻ്റെ ദേശം ഈ രക്ഷകനാഥനായ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുന്നു, ആ ദേശവും ആ കുടുംബവും ആ വ്യക്തിയും സൗഖ്യം പ്രാപിക്കും. ബാലനായ ഇരമ്യാവിനെ ദൈവം തൊട്ടു. ഇരമ്യാ പ്രവാചകൻ പറയുകയാണ്, ഇരമ്യാ 1:9, പിന്നെ കർത്താവ് കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. സ്തോത്രം. വായെ വിസ്താരമായി തുറക്കുക. ഈ ദൈവം അവിടുത്തെ വചനം നമ്മുടെ വായിൽ നിറച്ചു തരും. അങ്ങനെ വായിൽ കർത്താവിൻ്റെ വചനമാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ വാ തുറന്നാൽ നാട്ടുകാർ ഓടണ്ടായിട്ട് വരും. യഹോവ അവൻ്റെ നാവിനെ തൊട്ടതിനാൽ, ആരുടെ? ഇരമ്യാവിൻ്റെ നാവിനെ തൊട്ടതിനാൽ യഹൂദാ ജനതയുടെ നടുവിൽ ഒരു ഇടിമുഴക്കം പോലെ അനവധി വർഷങ്ങൾ സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുന്നേറിയ പ്രവാചകനായി ഇരമ്യാവ് മാറി. സ്തോത്രം. ഈ ഇരമ്യാവിനെ പോലുള്ളൊരു വിളിയാണ് നമുക്ക്. തകർക്കാനും മുടിക്കാനും വീണ്ടും പണിയാനും. ചിലർക്ക് തകർക്കാനും മുടിക്കാനും അറിയില്ല, വീണ്ടും പണിയാൻ അറിയത്തില്ല. വീണ്ടും പണിയണമെങ്കിൽ ദൈവവചനം മകനെ മകളെ നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. വചനം നാവിൽ തരുന്നത് ദൈവകൃപയാണ്. പലർക്കും ദൈവവചനം നാവിലില്ല, പിന്നെ ഉള്ളത് നിന്റെ വചനമാണ്. അത് പ്രയോഗിക്കുമ്പോൾ പിശാചു പോലും നാണിച്ചു പോകും. ദൈവം നമ്മുടെ നാവുകളെ തൊട്ടാൽ ആത്മാവിൻ്റെ വചനങ്ങൾ നാവിൽ നിന്നും പുറപ്പെടും. അവരിൽ നിന്ന് അനാവശ്യമായ വാക്കുകൾ പുറപ്പെടില്ല. അവർ അധരങ്ങളെ അടക്കും. അധരങ്ങളെ തുറന്ന് സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്ക് ആത്മീയ വർധനവിനുതകുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. അരുതാത്തതൊന്നും നിന്റെ വായിൽ നിന്ന് പുറപ്പെടരുതെന്നായി പറഞ്ഞ് വെള്ളയും ധരിച്ച് എല്ലാ ദിവസവും ഉടുത്തൊരുങ്ങി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് കാര്യമില്ല. വായിന്ന് വരുന്നത് ദുഷിച്ച വാക്കുകളാണെങ്കിൽ നീ മരിച്ച ലൂസിഫർ പോലും നിന്നെ എടുക്കത്തില്ല. ദൈവകരങ്ങൾ അനുകൂലമായാൽ അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ ദൈവം നമ്മെ സൂക്ഷിക്കും. ദൈവം നമ്മളെ സൂക്ഷിക്കും. ദൈവത്തിന് മാത്രമേ നമ്മളെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ദുരിതങ്ങളും ദുഃഖങ്ങളും കീഴ്പ്പെടുത്തുമ്പോൾ പതറിപ്പോകരുത്, ഒരിക്കലും പതറിപ്പോകരുത്. സകല ദുരിതങ്ങൾക്കും വിരാമം ഇടുവാൻ നമ്മുടെ രക്ഷകനായ യേശു കടന്നു വരും. ബട്ട് യു ഹാവ് ടു ഓപ്പൺ ദ ഡോർ. ആ വാതിൽ രക്ഷകൻ കടന്നു വരുവാൻ തക്കവണ്ണം വിസ്താരമായി തുറന്നിട്ടേക്കണം. ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല എന്ന് കരുതി ദുഃഖിക്കരുത്. സ്തോത്രം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. അന്നയുടെ പ്രാർത്ഥന കേട്ടില്ലേ? ഹൃദയം ഉരുകി അന്ന പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ശിഷ്യന്മാരുടെ പടവ് കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ട് ആടി ഉലഞ്ഞപ്പോൾ അവർ അയ്യോ രക്ഷിക്കണമെന്നല്ല പറഞ്ഞു. അവർ
അവർ പ്രാർത്ഥിച്ചു, രക്ഷകനെ വിളിച്ചു പ്രാർത്ഥിച്ചു. 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 3-ാം യാമത്തിലും യേശു കടന്നു വന്നില്ല. എന്നാൽ 4-ാം യാമം കഴിയുന്നതിന് മുൻപേ യേശപ്പച്ചൻ കടന്നു വന്നു. ദൈവമക്കളെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. നാം ദൈവത്തിന്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. തക്ക സമയത്ത് കാത്തിരുന്നാൽ ചിന്തിച്ചതിനും നനച്ചതിനും ചോദിച്ചതിനും അപ്പുറമായി ശ്രേഷ്ഠമായി ഈ അപ്പൻ നമ്മളെ മാനിക്കും. യേശു നിശ്ചയമായും ജീവിതത്തിലെ അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ നമ്മെ കാത്തുകൊള്ളും. യേശുവിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. മറ്റുള്ളവരെല്ലാം ഉറക്കത്തിലാണ്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന യേശപ്പനെ വിളിക്കുക. മറ്റുള്ളവരെല്ലാം ഉറക്കത്തിലല്ല. ഈ ഉറങ്ങുന്നവരെന്തിനാണ് വിളിച്ച് ശല്യം ചെയ്യുന്നത്? അവരുറങ്ങട്ടെ. ദൈവകരങ്ങൾ ചെങ്കടലിലും യോർദാനിലും വഴി തുറക്കും. ജീവിതത്തിൽ മുങ്ങിപ്പോകുന്ന സന്ദർഭങ്ങൾ ആ കരം പത്രോസിനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തതുപോലെ നമ്മയും കോരിയെടുക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ഈ താങ്ങുന്ന കരം കൂടെ ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞ മാസം താന്നു പോകാതെ എപ്പോഴും ഉള്ളം കയ്യിൽ ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ പാടുന്ന നിന്നതല്ല, ഞാൻ അവിടുന്ന് എന്നെ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. അതിനാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. 57-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നത്, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. അപ്രകാരം ഒരു പ്രവൃത്തി ദൈവം ഓരോ നിമിഷവും ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാട്ടാളന്മാരുടെ നടുവിൽ അടിഞ്ഞു പോകാതെ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരു അദൃശ്യകരം എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് കുറിവാക്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 99, 10, 11 വാക്യങ്ങൾ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയിൽ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് ദൈവം നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ഇരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും. ഇത് സ്വർഗത്തിൽ നമുക്കുള്ള LIC പോളിസിയാണ്. സ്തോത്രം. അതുകൊണ്ട് പോളിസിയിൽ ചേരുന്നെങ്കിൽ ഇതിൽ ചേരണം. സ്വർഗീയ പ്രൊട്ടക്ഷനാണ്. ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ ഈ ഭൂമിയിൽ ഒരു പ്രസിഡന്റിനും ഇല്ല. തൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതിന് മാത്രമേ ഈ സ്വർഗീയ പ്രൊട്ടക്ഷനുള്ളൂ. പ്രത്യാശയോടെ നമുക്ക് കർത്താവിൻ്റെ ആ സംരക്ഷണ വലയത്തിലായിരിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരനുഗ്രഹമായി ഞങ്ങളുടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുന്ന് നൽകുന്ന സ്വർഗീയ പ്രൊട്ടക്ഷനായി നന്ദി പറയുന്നു. പോകുന്നിടത്തൊക്കെയും അവിടുത്തെ സാന്നിധ്യം കൂടെ വരുന്നതിനായി സ്തോത്രം. ഒരു ബാധയും ഒരനർത്ഥവും ഞങ്ങളുടെ കൂടാരങ്ങളിൽ അടുക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ശ്രേഷ്ഠമായി ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന സ്വർഗീയ സംരക്ഷണത്തിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അവിടുത്തെ സ്വർഗീയ വലയത്തിൽ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറകളെ ഈ കാലഘട്ടത്തിലെ ഒരു ദുഷ്ടശക്തിയും ഞങ്ങളുടെ തലമുറകളെ തൊടാതെ, കുഞ്ഞുങ്ങളെ തൊടാതെ, ഒരു ബാധയും അവരെ അടുക്കാതെ, അവരെ സ്വർഗീയ സംരക്ഷണത്തിന് കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവർ പഠിക്കുന്നത് നന്നായി ഗ്രഹിക്കുവാനും അവരുടെ എക്സാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അറ്റൻഡ് ചെയ്യുവാനും അവരുടെ കരങ്ങളെ ബലപ്പെടുത്താൻ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ വ്യാപരിച്ചിരിക്കുന്ന സകല പൈശാചിക ശക്തികളും വിട്ടുമാറട്ടെ, സകല ഭയവും വിട്ടുമാറട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, മക്കളെക്കുറിച്ചൊരു പദ്ധതിയും പ്ലാനും നിന്റെ ഹൃദയത്തിലാണല്ലോ. അവിടുത്തെ ഹൃദയപ്രകാരം, അവിടുത്തെ ഇഷ്ടപ്രകാരം മക്കൾ രൂപാന്തരപ്പെടട്ടെ എന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകൾ അവിടുത്തെ വചനമാകുന്ന മന്ന ആർത്തിയോടെ ഭക്ഷിച്ച് ആനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങളുടെ തലമുറകൾ അവിടുത്തോട് ഒറ്റിച്ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണം. ദൂരത്തിൻ്റെടുത്തമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളെ, വിശുദ്ധരെ ഓർത്ത് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരനുഭവിക്കുന്ന സ്വർഗീയ നന്മയ്ക്കായി നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, നിങ്ങളിലേക്ക് നോക്കി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ മക്കളെ വചന അടിസ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെതന്യാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈൻ്റെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം കർത്താവേ പെരുകി വരുന്ന എല്ലാ മതതീവ്രവാദങ്ങൾ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറി രാജ്യങ്ങളിൽ നിന്ന് സമാധാനം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, അവിടെ നൽകിയ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. കലത്തിലമാവും തുരുത്തിയിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടുന്ന് ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ചിറകും കീഴിൽ അവരെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ഭയവും വിട്ടുമാറട്ടെ. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുക സ്തോത്രം ചെയ്യുന്നു. തലമുറകളില്ലാതെ വിഷമിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം തന്നെ അവരനുഗ്രഹം പ്രാപിക്കട്ടെ. വിവാഹം നടക്കാതെ കണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട് കർത്താവേ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തക്കതായ തുണയെ അവർക്ക് ഈ വർഷം തന്നെ കൊടുത്തിരിക്കാൻ നന്ദി പറയുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കാൽവരി മലമുകളിൽ കൊടും കാരിരും വാണികളിൽ, കാൽവരി മലമുകളിൽ കൊടും കാരിരും വാണികളിൽ, തിരുരക്തം ചൊരിഞ്ഞവനിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.